പോളിടെക്നിക് കോളേജിലെ സ്റ്റുഡൻസിന് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി 1 എന്ന സബ്ജക്റ്റിൽ പഠിക്കാനുള്ള ഒരു മോഡ്യൂളാണ് വാട്ടർ. വാട്ടർ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ്. ലിവിങ് ഓർഗാനിസംസിനെ സംബന്ധിച്ചിടത്തോളം, ഈ ബയോളജിക്കൽ വേൾഡിനെ സംബന്ധിച്ചിടത്തോളം, എർത്തിനെ സംബന്ധിച്ചിടത്തോളം almost 71% of the earth is surrounded by water. Almost 70% of human body consists of water. അപ്പോൾ സേഫ് ആയിട്ടുള്ള വാട്ടർ നമ്മുടെ ആവശ്യമാണ്. നമുക്കറിയാം ഇന്നത്തെ പരിതസ്ഥിതിയിൽ വാട്ടറൊക്കെ പലതരത്തിൽ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വാട്ടറിൻ്റെ പ്രോപ്പർട്ടി, ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? എല്ലാ വാട്ടറും ഡ്രിങ്കബിൾ ആണോ, ഡ്രിങ്കിങ് പർപ്പസിന് സ്യൂട്ടബിൾ ആണോ? അങ്ങനെയാണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് പോർട്ടബിൾ വാട്ടർ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കാം, ഈ കാര്യങ്ങളാണ് വാട്ടർ എന്ന മോഡ്യൂളിൽ നമ്മൾ പഠിക്കുക. വാട്ടർ കെമിക്കലി ഇറ്റ് ഇസ് H2O. ഇറ്റ് കണ്ടെയ്ൻസ് 1 oxygen atom and 2 hydrogen atom. അതായത് വാട്ടറിൽ ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ഉണ്ടാവും. അത് കോവാലന്റ് ബോണ്ട് മുഖേന ലിങ്ക് ചെയ്തിരിക്കും. ഇനി നമ്മൾ കാണുന്നത് വാട്ടറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നാണ്. ഇറ്റ് ഈസ് കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ലിക്വിഡ്. കളറോ മണമോ ടേസ്റ്റോ ഇല്ലാത്ത ലിക്വിഡാണ് വാട്ടർ. രണ്ട് വാട്ടർ മോളിക്യൂൾ തമ്മിൽ ഒരു വീക്ക് ഇൻട്രാക്ഷൻ, ഒരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. ആ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ഉണ്ടാവും. ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ എലമെന്റ് ആണ്. ഹൈഡ്രജനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജന് ഇലക്ട്രോണിനെ വിത്ഡ്രോ ചെയ്യാനുള്ള, വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് ഈ OH ബോണ്ടിലെ ഇലക്ട്രോൺ ഓക്സിജനോടടുത്തേക്ക് കൂടുതൽ നീങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. തൊട്ടടുത്ത വാട്ടർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിലും ഒരു ഓക്സിജൻ ഉണ്ടാവും. ആ ഓക്സിജൻ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതിന് ഈ ഹൈഡ്രജൻ, ഈ മോളിക്യൂളിലെ വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജനുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ആ ഇൻട്രാക്ഷൻ പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. ഈ ഓക്സിജൻ തൊട്ടടുത്ത വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജനുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ആ ഇൻട്രാക്ഷൻ പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് എടുത്താൽ അതിൽ കുറേ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും. ഈ വാട്ടർ മോളിക്യൂളൊക്കെ തമ്മിൽ ഈ ഹൈഡ്രജൻ ബോണ്ട് മുഖേന ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടറിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ ഹൈ ആയിരിക്കും. മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിന്റ്. അത് 0 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ബോയിലിംഗ് പോയിന്റ് എന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. അത് 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് വാട്ടറിന്. അത് ഹൈ ആണ്. കാരണം നമുക്കറിയാം ലിക്വിഡ് സ്റ്റേറ്റ് വാട്ടർ എന്താണ്, ഹൈഡ്രജൻ ബോണ്ട് കാരണം 2 വാട്ടർ മോളിക്യൂൾ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കും. അപ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണം വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാൻ. അപ്പം നമുക്ക് കൂടുതൽ എനർജി അതിന് കൊടുക്കേണ്ടി വരും. അപ്പം ബോയിലിംഗ് പോയിന്റ് of water molecule is high. Now water exists in liquid state at standard temperature and pressure. Normal temperature and pressure il water എന്ത് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക, ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ വാട്ടറിന് സോളിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എർത്തിൽ തന്നെ സോളിഡ് സ്റ്റേറ്റിൽ തണുപ്പ് കൂടുമ്പോൾ, ടെമ്പറേച്ചർ കുറയുമ്പോൾ വാട്ടർ എന്ത് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക, സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടിയാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. വാട്ടർ ഈസ് എ ഗുഡ് പോളാർ സോൾവെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിജന് നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ആണുള്ളത്. സോ ഇറ്റ് ഈസ് പോളാർ മോളിക്യൂൾ. ഈ പോളാർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ അതിന് പോളാർ നേച്ചറുള്ള എല്ലാ മോളിക്യൂൾസിനെയും ഡിസോൾവ് ചെയ്യാൻ കഴിയും, ലയിപ്പിക്കാൻ കഴിയും. സോ വാട്ടർ ഈസ് എ ഗുഡ് പോളാർ സോൾവെന്റ്. വാട്ടറിനെ അതുകൊണ്ട് തന്നെ
നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെന്റ്. ഓൾമോസ്റ്റ് എല്ലാ മോളിക്യൂൾസിനെയും സബ്സ്റ്റൻസിനെയും ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് വാട്ടറിനെ എന്ത് വിളിക്കുന്നു? യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കുന്നു. ഡെൻസിറ്റി ഓഫ് വാട്ടർ മോളിക്യൂൾ ഈസ് 1000 kg/m³ ആണ്. വാട്ടറിന് നന്നായി ടെമ്പറേച്ചറിനെ കടത്തി വിടാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഹാസ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. സർഫസ് ടെൻഷനും വാട്ടറിന് കൂടുതലാണ്. നമുക്കറിയാം മഴ പെയ്യുമ്പോൾ വാട്ടറിന് സ്പെറിക്കൽ ഷേപ്പാണ്. അതെന്തുകൊണ്ടാണ്? സർഫസ് ടെൻഷൻ കൂടുതലായതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ മോളിക്യൂളിൽ രണ്ട് വാട്ടർ മോളിക്യൂൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് ലിങ്ക് ചെയ്തതുകൊണ്ട് തന്നെ there is a force of attraction. ഈ രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണം അത് വളരെ എന്താണ്, അതിൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. The tendency to shrink the surface area of a liquid is known as surface tension. ഒരു ലിക്വിഡിന് അതിൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കാനുള്ള ടെൻഡൻസി ഇതിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പെറിക്കൽ ഷേപ്പിനാണ് സർഫസ് ഏരിയ കുറവ്. അതുകൊണ്ടാണ് വാട്ടർ ഡ്രോപ്ലെറ്റ് ഒക്കെ സ്പെറിക്കൽ ഷേപ്പിൽ നിൽക്കുന്നത്. ഇനി വാട്ടർ മോളിക്യൂൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിജൻ നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് പോസിറ്റീവ് ചാർജും ഉണ്ട്. ഈ ചാർജ് സെപ്പറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഡൈപോൾ മൊമെന്റ് കൂടുതലായിരിക്കും. ചാർജും അത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത്? ഡൈപോൾ മൊമെന്റ്. വാട്ടറിന് ഹൈ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വേപ്പറൈസ് ചെയ്യാൻ കൂടുതൽ എനർജി കൊടുക്കണം. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിനെ വേപ്പറൈസ് ചെയ്യാൻ വേണ്ട എനർജിനെയാണ് എന്ത് പറയുന്നത്? ഹീറ്റിനെയാണ് എന്ത് പറയുന്നത്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. വാട്ടർ മോളിക്യൂളിന് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൂടുതൽ ആയിരിക്കും.